എക്കോണമിസ്റ്റിനും ലണ്ടൻ ടൈംസും ഒക്കെ കേരളത്തിൽ LDF സർക്കാരിന് PR നടത്തുന്നു എന്ന് പറയാൻ മാത്രമുള്ള അജ്ഞത അല്ലെങ്കിൽ അത്രമാത്രമുള്ള അസംബന്ധം ഇവിടെ അരങ്ങേറി. 240 വർഷത്തെ പഴക്കമുണ്ട് ലണ്ടൻ ടൈംസിന്. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള പത്രമാണ്. ലണ്ടൻ ടൈംസ് എഴുതിയത് കേരള, ഇന്ത്യൻ സ്റ്റേറ്റ് കേരള ബാനിഷസ് എക്സ്ട്രീം പോവർട്ടി ടു ദ പേജസ് ഓഫ് ഹിസ്റ്ററി എന്നാണ്. ഇന്ത്യൻ സംസ്ഥാനമായ കേരളം ചരിത്രത്തിന്റെ താളുകളിലേക്ക് അതിദാരിദ്ര്യത്തെ നാടുകടത്തി എന്നാണ്. കേരളത്തിന് അതൊരു പുതിയ അനുഭവമാണ്, അങ്ങയ്ക്കും പുതിയ അനുഭവമാണ്. ആ അനുഭവം ഒന്ന് ചിലർ കാത്തിരിക്കുകയായിരുന്നു കേരളം കടം കയറി മുടിയുന്നതും കുത്തുപാള എടുക്കുന്നതും ട്രഷറി പൂട്ടുന്നതും ഒക്കെ കാണാൻ. തദ്ദേശ സ്ഥാപനങ്ങളെ വലിയ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ്, അതിലൊരു വലിയ കോൺഫിഡൻസ് അർപ്പിച്ചുകൊണ്ട് എടുത്ത 2 റിസ്കുകളുണ്ട്. ഒന്ന് ഹരിതകർമ്മസേനയും ഒന്ന് നമ്മുടെ K-സ്മാർട്ടുമാണ്. ഒരു ദിവസം ഞാൻ രാവിലെ പത്രം തുറന്നപ്പോൾ അന്തം വിട്ടുപോയി. തലക്കെട്ട് ഇതോ K-സ്മാർട്ട് എന്നാണ്. യഥാർത്ഥത്തിൽ K-സ്മാർട്ട് സോഫ്റ്റ്വെയർ ആണ്, അതും റോഡും തമ്മിലൊരു ബന്ധമില്ല. രണ്ടിനും സ്മാർട്ട് ഉണ്ടെന്നൊരു വാക്ക് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതും K-സ്മാർട്ടിന്റെ തലയിലായിരുന്നു. ആ കെട്ടിടത്തിന്റെ പ്ലാൻ ഓൺലൈനിൽ സമർപ്പിച്ചാൽ ചട്ടപ്രകാരമാണെങ്കിൽ 30 സെക്കൻഡിൽ വാട്സാപ്പിലോ മെയിലിലോ ഏതിലാണോ നിങ്ങൾക്ക് ആവശ്യമുള്ള ബിൽഡിംഗ് പെർമിറ്റ് കിട്ടുകയാണ്. ചട്ടപ്രകാരം അല്ലെങ്കിൽ അപ്പം തന്നെ റിജക്റ്റ് ആവും. ഇന്ന കാരണം കൊണ്ട് റിജക്റ്റ് ആയി എന്ന് മറുപടി കിട്ടും. അത് പരിഹരിച്ച് വീണ്ടും സമർപ്പിക്കാം. നേരിട്ട് പോകേണ്ട ആവശ്യമില്ല. ഓൺലൈൻ സേവനമാണ്. നമ്മൾ വാതിൽപ്പടി എന്നാണ് പ്രകടന പത്രികയിൽ കഴിഞ്ഞവണ പറഞ്ഞത്. വാതിൽപ്പടി സേവനം അതും കഴിഞ്ഞ് വിരൽ തുമ്പിൽ സേവനമാക്കി. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഭർത്താവ് ഇരുന്ന് നാട്ടിൽ ഭാര്യ ഇരുന്ന് വിവാഹ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട്. അതുപോലെ കാനഡയിലും മാനന്തവാടിയിൽ ഇരുന്ന് വിവാഹ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട്. ദീപാവലി ദിവസം വിവാഹ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട്. മിനിസ്റ്റർ എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുള്ളത് ഒരു റിസ്കി മിനിസ്റ്ററാണ്. ഫയലിൽ നിന്ന് നമ്മൾ ഡേറ്റയിലേക്ക് മാറി. ഫയൽ അധിഷ്ഠിത ഗവർണൻസിൽ നിന്ന് ഡേറ്റ അധിഷ്ഠിതമായി. അടുത്തത് പ്രെഡിക്റ്റീവ് ഗവർണൻസ് ആണ്. ഒന്ന്, എനിക്ക് എക്സൈസ് ചുമതലെടുത്ത സമയത്ത് എന്നെ സ്നേഹബുദ്ധിയെ ഉപദേശിച്ച ആള് മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല. മാനദണ്ഡമുണ്ട്, നയമുണ്ട്. ആദ്യം നയപ്രകാരമുള്ള മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡ പ്രകാരം തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളൂ. കേരളത്തിൽ ഈ റിസ്ക്കും ചലഞ്ചസും എല്ലാം എടുത്തു. തൃത്താല മണ്ഡലത്തിൽ മിനിസ്റ്റർക്ക് ജനങ്ങളെ സംതൃപ്തരാക്കാൻ കഴിഞ്ഞു എന്ന് മിനിസ്റ്റർക്ക് സ്വയം സംതൃപ്തി തോന്നിയ 5 വർഷം കൊണ്ട് 1152.5 കോടി രൂപയുടെ 577 വികസന പദ്ധതികൾ തൃത്താലയിൽ നടപ്പാക്കിയത് വ്യക്തമായി പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രോഗ്രസ് റിപ്പോർട്ടാണ്. അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് ആൾക്കൂട്ടത്തിൻ്റെ വലിയ തിരക്കിനിടയിൽ നിന്നൊരു കൈ എൻ്റെ നേരെ വന്നു. എത്തിപ്പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, സാറേ ഞാൻ മണികണ്ഠനാണ്. ഞാൻ ഈ പുഴയിൽ മുങ്ങി മരിക്കേണ്ട ഒരാളായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ്, തോണിയിൽ പെട്ടിട്ട്. ഇനി ആ സ്ഥിതി ഉണ്ടാവില്ല. അതിൻ്റെ സന്തോഷം നന്ദിയും പറയാനാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ആ റോഡ് ഷോയുടെ ഈ ഡ്രോൺ ദൃശ്യങ്ങൾ പകർത്തിയിട്ടിടണം.